പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു സമയം കൂടെ നിങ്ങളോട് ചേർന്ന് ദൈവത്തിന്റെ തിരുവചനവുമായി ഇരിപ്പാണ്ടെന്ന കർത്താവിന്റെ കൃപയ്ക്കായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. प्रभु की स्तुति हो। एक और बार फिर से प्रभु के वचन के साथ आपके सम्मुख उपस्थित होने के लिए प्रभु ने जो अवसर दिया उसके लिए मैं प्रभु को धन्यवाद देता हूँ। ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയെ കുറിച്ചാണ്. इन दिनों में जो हम सीख रहे हैं परमेश्वर ने जो सिखाया वह प्रार्थना के विषय में है। സഹോദരങ്ങളെ, നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: കർത്താവ് നമ്മുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഓരോ വാക്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കുക. प्रियो, हमें समझने की जरूरत है प्रभु यीशु ने कैसे अपने साथ बैठकर एक एक वचन को हमें सिखाया है। നമ്മുടെ ഒക്കെയും അടുക്കൽ നമ്മളിരിക്കുന്ന ഭവനങ്ങളിൽ കർത്താവ് നമ്മുടെ അടുക്കൽ ഇരുന്ന് നമ്മളോട് സംസാരിക്കുകയാണ് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇരിക്കണം. प्रभु हमारे पास में आकर एक एक वचन को हमें सिखा रहा है, इस विश्वास के साथ हमें बैठना है। നമ്മുടെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം എന്താണെന്ന് അറിയാമോ? നാം വേണ്ടും വണ്ണം കർത്താവിനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. हमारे जीवन की सबसे बड़ी समस्या क्या है आपको मालूम है? अभी तक हमने प्रभु को नहीं जाना, यह है। സർവശക്തനായ ദൈവം, ഈ സകല പ്രപഞ്ചങ്ങളെയും ഉരുവാക്കിയ ദൈവം, അതിനെ പരിപാലിക്കുന്ന ദൈവം, അവിടുന്ന് നമുക്ക് പിതാവായി നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഇപ്പോഴായിരിക്കുന്ന രീതിയിലായിരിക്കുമോ? हमारा पूरे ब्रह्मांड को बनाने वाला और सर्वशक्तिमान परमेश्वर हमारे सम्मुख है। यदि हमें ऐसा दृढ़ विश्वास है तो अभी जो समस्या है, ऐसी समस्या क्या होगी? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശയും ഭയവും വേദനയും നാളെക്കുറിച്ചുള്ള ആകുലതകളും ഒക്കെ കടന്നു വരുമ്പോൾ അതിന്റെ അർത്ഥം ഈ ദൈവത്തിൽ അല്ലെങ്കിൽ ഈ പിതാവിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. हमारे जीवन में कई समस्या कई मुसीबत से जब आती है और इसका मतलब यह है कि इस प्रभु यीशु पर अभी भी हम विश्वास नहीं कर रहे हैं क्या? ഇന്നത്തെ രാത്രിയിൽ നാം ദൈവവചനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ അടുത്ത് കർത്താവ് ഇരുന്ന് ഈ പ്രാർത്ഥനയുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത സ്വർഗത്തിലെ രഹസ്യങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ്, നമുക്ക് പഠിപ്പിക്കുകയാണ്. आज रात्रि जब इस वचन के सम्मुख में हम आते हैं तो प्रभु यीशु मसीह अपने गुप्त बातों को हमें सिखा रहा है, बता रहा है। നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്ത് 2, 3 അല്ലെങ്കിൽ 4 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ അടുത്തിരുന്ന് നമ്മൾ പലപ്പോഴും പലതും അവരെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോ? हमारे बच्चों को जब हम उनके पास में जाकर बहुत सारी बातें उनको सिखाया, क्या आपको याद है? കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ചു മടിയിൽ ഇരുത്തിയിട്ട് അവരോടുകൂടെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായിട്ട് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. സ്കൂളിലെ കാര്യങ്ങളായിക്കൊള്ളട്ടെ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളായിക്കൊള്ളട്ടെ, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എത്ര ക്ഷമയോടെയാണ് എന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? माफ कीजिएगा, नेट का प्रॉब्लम का वजह से हुआ। हम अपने बच्चों को कितने धीरज पूर्वक बातों को समझाते हैं। എത്ര ക്ഷമയോടുകൂടിയാണ് നാം പറയുന്നത്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എത്ര തവണ നമ്മുടെ അടുത്ത് തെറ്റ് കാണിച്ചാലും സ്നേഹവായ്പോടുകൂടി അവരുടെ ഭാഷയിൽ അവരോടുകൂടെ താണിരുന്നു കൊണ്ട് എത്ര സമയമെടുത്ത് പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് മനസ്സുണ്ട്. हम कितने धैर्य के साथ में कि जब हमारे बच्चे हमसे कुछ पूछते हैं तो हम उनसे बताते हैं, उनको समझाते हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുപോലെ കർത്താവിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ നാം കർത്താവിനോട് ചോദിക്കണം, കർത്താവിൽ നിന്ന് കേൾക്കണം, കർത്താവിനോട് സംസാരിക്കണം. I tell you, my brother, my sister, that life is the true Christian life. मेरे प्रियो, जब हम प्रभु के सम्मुख में रहते हैं तो हमें प्रभु से पूछना है, प्रभु से समझना है। एक विश्वासी जीवन का सत्यता यही है। നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാകും നാം യഥാർത്ഥമായി ദൈവത്തെ കണ്ട വ്യക്തിയാണോ അല്ലയോ എന്ന്. हमारे जीवन में जब हम देखते हैं तो हमें वास्तविक रूप में समझ में आता है कि हमने प्रभु को वास्तव में देखा है या नहीं। ഞാൻ വീണ്ടും അത് ആവർത്തിച്ചു പറയട്ടെ സഹോദരങ്ങളെ, മറ്റൊരു വ്യക്തി
വ്യക്തി നമ്മുടെ ജീവിതത്തെ കാണുമ്പോൾ അവർക്ക് പൂർണ്ണമായി മനസ്സിലാകും യഥാർത്ഥ ദൈവത്തെ, സത്യദൈവത്തെ നാം കണ്ടെത്തിയവരാണോ, സത്യദൈവത്തിന്റെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുന്നവരാണോ എന്നുള്ളത്. प्रभु के लोगों, जब दूसरे हमारे जीवन को देखते हैं तो उनको समझ में आता है कि हमने वास्तव में प्रभु यीशु मसीह, वो सत्य यीशु को, मसीह को जाना है, देखा है या नहीं। ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും മതത്തെ പോലെയുള്ള ഒരു മതവിശ്വാസമോ ദിനചര്യയോ അല്ല. मसीह जीवन का मतलब यह नहीं कि दूसरे जो धर्म, दूसरे रीति रिवाज के समान है। ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്, ഒരു ലൈഫ് സ്റ്റൈലാണ്. मसीह जीवन एक अनुभव है, एक जीवन जीने का तरीका है। പരിശുദ്ധനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ നമ്മുടെ പിതാവായി അറിഞ്ഞുകൊണ്ട് അവിടുത്തെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ഈ ലോകത്തിലുള്ളവർ ലോകത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നത് പോലെയാണോ? सर्वशक्तिमान परमेश्वर को जानने का मतलब इस संसार के लोगों के पीछे चलने का मतलब है क्या? ഞാൻ വീണ്ടും അതൊന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ സഹോദരങ്ങളെ, സർവശക്തനായ ദൈവത്തെ, മഹാപരിശുദ്ധനായ ദൈവത്തെ നാം പിൻപറ്റുമ്പോൾ, അവിടുത്തെ ആജ്ഞ അനുസരിച്ച്, കൽപ്പനകൾ അനുസരിച്ച് നാം അവിടുത്തെ പിന്നാലെ പോകുമ്പോൾ, അത് കാണുന്ന ഒരു വ്യക്തിക്ക് ലോകക്കാരെ പോലെ, ലോകത്തിന്റെ പിന്നാലെ പോകുന്നവരുടെ ജീവിതത്തെ പോലെയാണോ നമ്മുടെ ജീവിതത്തെ കാണുന്നത്? प्रिय लोगों, मैं एक और बार आपको समझाना चाहता हूं, जब सर्वशक्तिमान के परमेश्वर को जब हम देखते हैं, सीखते हैं, उनके अनुसार जब जीते हैं, इसका मतलब ये है कि जैसे संसार के लोग जी रहे हैं, संसार के लोगों के पीछे जा रहे हैं, वैसा जीवन बिताना है क्या? ഞാൻ വേറൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ സഹോദരങ്ങളെ. ഈ ലോകത്തിൽ അനേക വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിൽ പലരും അങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടുള്ളവരാണ്. വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു വിഗ്രഹാരാധിയെ കാണുന്നതും സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സത്യവിശ്വാസിയെ കാണുന്നതും ഒരുപോലെ ആയിരിക്കുമോ? प्रिय लोगों, जब अब संसार के लोग जब मूर्ति पूजा करते हैं या फिर मूर्ति पूजा के पीछे चलते हैं, और एक दूसरा व्यक्ति है जो सत्य ईश्वर को मानते हैं, क्या इन दोनों में फर्क है कि नहीं है? ये मैं आपसे पूछना चाह रहा हूँ। അതാണ് ഞാൻ നമ്മുടെ ജീവിതത്തെ പരീക്ഷിച്ച് ചോദിക്കുവാൻ തക്കവണ്ണം, പരീക്ഷിച്ച് നോക്കുവാൻ തക്കവണ്ണം പറഞ്ഞത്. നമ്മുടെ ജീവിതം കണ്ടാൽ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും മനുഷ്യരെ പോലെയോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിച്ച് സത്യദൈവത്തെ അറിയാതെ ജീവിക്കുന്നവരുടെ ജീവിതം പോലെയാണോ, അല്ലയോ? हमारा जीवन इस सत्य ईश्वर के पीछे चलने वालों के समान है या फिर मूर्ति पूजा करने वालों के समान है, या इन दोनों के बीच में जो फर्क है वो हमें जानना है। ഇന്നത്തെ രാത്രികാലം അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ തലയിൽ നമ്മുടെ ജ്ഞാനം വർദ്ധിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെയോ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് പറയണം, കർത്താവേ, എന്റെ ജീവിതം മാറുന്നത് എനിക്കൊന്ന് കാണണം. हम जब प्रभु की उपस्थिति में आते हैं, जब प्रार्थना करते हैं, तो हमारे ज्ञान को बढ़ाना नहीं, परंतु हमारे जीवन को बदलना है, मेरे जीवन को बदलना है, ये समझ के साथ हमारे प्रभु की उपस्थिति में रहना है। നമ്മൾ ഇതുവരെ പഠിച്ചത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്ന് ആദ്യത്തെ 2 ഭാഗമാണ് നമ്മൾ പഠിച്ചത്. अभी तक हमने जो सीखा है, प्रार्थना के जो 2 विषय है उसके बारे में हमने सीखा है। പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അതിൽ മൊത്തമായി 6 വിഷയങ്ങളുണ്ട്, 6 പ്രാർത്ഥനകളുണ്ട്. അതിൽ ആദ്യത്തെ 3 ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതും അടുത്ത 3 നമ്മളുടെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതുമാണ്. प्रार्थना के विषय में जो 6 बातें हैं, उसमें से 2 बातें जो हमने सीखा, उसमें से पहले जो 3 है प्रभु के बारे में जो बताया, और दूसरी जो बातें हमारे बारे में जो बताया वो बातें हैं। ഹല്ലേലൂയ. ആദ്യത്തെ ദിവസം, ആദ്യത്തെ ഈ കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ കേട്ടത് ഇതാണ്. ഒന്ന്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ. जो पहले के दिन पहला बार जो हमने सीखा वो ये है, प्रभु आपका नाम पवित्र माना जाए, आपका राज्य आने पाए। അവിടെ 2 നമ്മൾ കേട്ടത് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. वहां दोनों जगह हमने देखा प्रभु का नाम पवित्र माना जाए और प्रभु का राज्य आए। നമ്മൾ എത്ര മണിക്കൂറുകൾ ഈ 2 വിഷയത്തെ കുറിച്ച് കേട്ടു, സംസാരിച്ചു? हमने कितने घंटों इन दोनों विषयों के बारे में बोला और सीखा। സഹോദരങ്ങളെ, നമ്മൾ കേട്ട അന്ന് ആ ദിവസം മുതൽ ഇന്ന് വരെയുള്ള ദിവസം നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ ഈ കേട്ട വചനം കൊണ്ട് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? जब हम ये वचनों को सुन रहे हैं, क्या हमारे जीवन में कोई फर्क हुआ है क्या?
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസം ജീവിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം ഇതാണോ? പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഞാൻ ആയിരിക്കുന്നിടത്ത്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, ഞാൻ ആയിരിക്കുന്നിടത്തൊക്കെയും അങ്ങയുടെ നാമത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമെന്നുള്ളതാണോ നമ്മുടെ ആഗ്രഹം? हमारा जीवन की इच्छा क्या क्या है? हमारे जीवन की इच्छा उस प्रभु के नाम को महिमा मिले, प्रभु का नाम पवित्र माना जाए, यह है क्या हमारे जीवन की इच्छा? നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, നാം മറ്റുള്ളവരെ കരുതുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നാം ഏതെങ്കിലും അധ്വാനം ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെയും പിന്നിൽ നമ്മുടെ ജീവിതം കാണുന്ന വ്യക്തികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമോ? जब हम किसी की मदद करते हैं, जब हम किसी की सहायता करते हैं, तो लोग जब हमारे जीवन को देखते हैं, क्या उससे परमेश्वर का नाम महिमा पवित्र हुआ हो रहा है क्या? നമ്മൾ അത് കഴിഞ്ഞ് പഠിച്ചു, നിന്റെ രാജ്യം വരണമേ എന്ന് പഠിച്ചു. दूसरा हमने सीखा, आपका राज्य आने पाए. നമ്മുടെ ആരുടെയെങ്കിലും ജീവിതം കണ്ടാൽ വേറൊരു രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണോ നമ്മൾ ജീവിക്കുന്നത്? हमारे जीवन को जब देखते हैं तो एक दूसरे राज्य की इंतजार में, एक दूसरे जगह के इंतजार में है क्या हमारा जीवन? നാം ഇപ്പോൾ ആയിരിക്കുന്നത് നമ്മുടെ ദേശമല്ലെന്നും ഇവിടെ കുറച്ചു നാളെ നമ്മൾ ഉള്ളൂ എന്നും, ഏത് നിമിഷമാണോ നമ്മുടെ കർത്താവ് വിളിക്കുന്നത് നമ്മുടെ നിത്യമായ രാജ്യത്തിലേക്ക് വേണ്ടി പോകുവാൻ തക്കവണ്ണം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെന്ന് നമ്മെ കാണുന്നവർക്ക് ആർക്കെങ്കിലും തോന്നുമോ? अभी हम जो रह रहे हैं वो जगह हमारा नहीं है, हम कोई और जगह के लिए इंतजार कर रहे हैं. जब लोग हमारे जीवन से देखते हैं तो क्या उन्हें लगता है क्या ऐसे? നമ്മൾ പാടുന്നത് കൊണ്ടായില്ല, നമ്മൾ പ്രസംഗിക്കുന്നത് കൊണ്ടായില്ല, നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൊണ്ടായില്ല. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവർ കാണണം നമ്മൾ ഈ ദേശക്കാരനല്ലെന്ന്. നമ്മൾ വേറെ ഏതോ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒരുങ്ങുകയും മറ്റുള്ളവരെ ഒരുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയണം. हमारा सिखाने से काफी नहीं, हमारे गाने से काफी नहीं, परंतु जब लोग हमें देखते हैं तो उनको ये एहसास होना चाहिए, उनको ये मालूम होना चाहिए हम कोई दूसरे राज्य के इंतजार में हैं. ऐसा एहसास उन लोगों के जीवन में होना चाहिए. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ വാക്യങ്ങളൊക്കെയും പഠിക്കുമ്പോൾ അത് നമ്മുടെ ബുദ്ധി വികസിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതം ഹല്ലേലൂയ ആ വചനത്തിനനുസരിച്ച് മാറുവാൻ്റെ കോണം ഇടയാകണം. मेरे प्रिय, जब इन बातों को हम अभी सीख रहे हैं तो हमारा ज्ञान की वृद्धि ही नहीं, परंतु हमारा जीवन की बदलाहट भी हो रहा है. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. अगला वचन जो हम पढ़ रहे हैं, आपकी इच्छा इस संसार में भी पूरी होने पाए. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ എത്ര ദൈവ പൈതലാണെന്ന് പറഞ്ഞാലും ശരി, നാം എത്രമാത്രം ദൈവ വേല ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതല്ല എങ്കിൽ നമ്മുടെ അധ്വാനം ഒക്കെയും ദൈവസന്നിധിയിലെ ഒരു പ്രയോജനവും ഇല്ലാത്തതായി പോകും. मेरे प्रियो, हम चाहे संसार में रखे कितना भी कमाने वाले क्यों ना हो, कितना भी मेहनत करने वाले क्यों ना हो, परंतु हमारा जीवन का लक्ष्य ये नहीं हो, ये जितना भी कमाया है, जितना भी सब कुछ किया, ये सब व्यर्थ है. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നാം ചോദിക്കും, യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതെന്ന്. നമ്മളിൽ പലരും പറയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനാണെന്ന്. यीशु मसीह जब इस संसार में आया तो कई सवाल उठता है, कई लोग पूछते हैं कि यीशु क्यों आया? तो हम में से कई लोग बोलते हैं हमारे पाप की क्षमा के लिए आया है. നമുക്കറിയാം, യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ മണിക്കൂറിൽ സംഭവിച്ചതാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിന്റെ അവസാന മണിക്കൂർ വരെ അവിടുന്ന് എന്താണ് ചെയ്തത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? जब यीशु मसीह संसार में आया तो उसके अंतिम घंटों में उसने क्या किया, इसके बारे में कभी हमने सोचा है क्या? നമ്മൾ പറഞ്ഞു കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുവാനാണ് വന്നതെന്ന്. ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. നമ്മൾ പറയുന്നു കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടി വന്നതാണെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഹോദരങ്ങളെ, കർത്താവ് മരിക്കുവാൻ വേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. മരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്തത് തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തെ മണിക്കൂർ മാത്രമാണ്. ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ മാത്രമാണ് താൻ നമുക്ക് വേണ്ടി മരിച്ചത്. प्रभु यीशु मसीह इस संसार में मरने के लिए अपनी मृत्यु को लेके आया, परंतु ध्यान रखना वो आखिरी एक ही घंटा है जो आपके लिए वो मृत्यु को लेके आया था.
ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കർത്താവിന്റെ ജീവിതകാലം മുഴുവനും എല്ലാ ദിവസവും അവിടുന്ന് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല, അവിടുന്ന് മറ്റൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. मेरा सवाल का मतलब ये है कि परमेश्वर हमेशा हमारे लिए नहीं मर रहा था, परंतु उस मृत्यु के पीछे एक दूसरा काम भी वो कर रहा था। ആ 33.5 വർഷക്കാലം അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചത് നമുക്ക് ഒരു മാതൃക കാണിച്ചു തരുവാൻ തക്കവണ്ണമാണ്. उसका 33.5 साल का जीवन वो हमें एक नमूना हमें एक नमूना दिखा रहा था, हमारे एक जीवन शैली को दिखा रहा था। നാം എങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കണമെന്നും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടതെന്നും തന്റെ സ്വന്തം ജീവിതത്തിലൂടെ അവിടുന്ന് കാണിച്ചു തരികയായിരുന്നു. हमें कैसा जीना है, ये व्यक्ति को किस तरह जीना है, वो उसके जीवन से हम सबको दिखा रहा था। യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. यूहन्ना रचित सुसमाचार 6ठा अध्याय उसका 38वां वचन में इस प्रकार लिखा है, क्योंकि मैं अपनी इच्छा नहीं वरन अपने भेजने वाले की इच्छा पूरी करने के लिए स्वर्ग से उतरा हूं। അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി മരിക്കാനാണെന്നുള്ളത് സത്യമാണ്. എന്നാൽ അതിനേക്കാൾ മുമ്പിൽ മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്തെന്നറിയാമോ? എന്റെ ഇഷ്ടമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ സ്വർഗരാജ്യത്തിൽ നിന്ന് വന്നത്. प्रभु यीशु मसीह स्वर्ग से आया, ये सत्य है कि वो मृत्यु के लिए आया, परंतु मृत्यु से भी उपरांत, मृत्यु से भी बढ़कर वो उसकी इच्छा को नहीं परंतु भेजने वाले की इच्छा को पूरा करने के लिए वो इस संसार में आया था। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും ശരി, എത്ര മണിക്കൂർ ദൈവവചനം പഠിച്ചാലും ശരി, എത്ര വർഷം കർത്താവിനെ സേവിച്ചു എന്ന് പറഞ്ഞാലും ശരി, ഹല്ലേലൂയ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വന്നില്ല എങ്കിൽ നാം ദൈവത്തെ അല്ല സേവിക്കുന്നത്. मुझे सुनने वालों, चाहे हम कितना भी काम कर ले, कितना भी सब कुछ कर ले, यदि प्रभु की इच्छा को यदि हमने पूरा नहीं किया हो, वो सब कुछ व्यर्थ है, वो कुछ फायदा का नहीं है। ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ സ്വയം ശോധന ചെയ്യുകയാണ്, ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ പിതാവിന്റെ ഹിതപ്രകാരമാണോ, എൻ്റെ കർത്താവിന് ഇഷ്ടപ്പെടുന്നതാണോ, ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് ഞാൻ സ്വയം ശോധന ചെയ്തില്ല എങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും എൻ്റേത് മാത്രമായിരിക്കും. मैं जो भी कर रहा हूं, क्या वो प्रभु की इच्छा के अनुसार है या नहीं, यदि हम खुद को जांच पड़ताल कर खुद को शोध कर यदि हम नहीं जिएंगे, वो सब व्यर्थ ही व्यर्थ है। നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നിറവേറണമേ എന്നുള്ളതാണ് അർത്ഥം. आपकी इच्छा पूरी हो, इसका मतलब ये कि संसार में जो भी इच्छा है उसके अलावा प्रभु की इच्छा ही पूरा होना है। അത് നമ്മുടെ നല്ല കാലമായിക്കൊള്ളട്ടെ, നമ്മുടെ ദോഷകാലമായിക്കൊള്ളട്ടെ, സകലതും അനുകൂലമാകുമ്പോഴായിക്കോട്ടെ, സകലതും പ്രതികൂലമായിക്കുമ്പോഴായിരിക്കോട്ടെ, ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും കർത്താവേ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിലൂടെ നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കണം. चाहे वो हमारे जीवन के अच्छे हो या बुरे हो, भला हो, सब जो भी हो, हर समय मेरे नहीं परंतु परमेश्वर की इच्छा पूरी होने पाए, यही हमारे जीवन का उद्देश्य होने पाए। മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ ഗെദസമനയുടെ നടുവില് മരണത്തിന് ചില മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം തന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളെ പോലെ ആയി എന്ന് വചനത്തിൽ വായിക്കുമ്പോൾ അത്രമാത്രം വേദനയുടെ മധ്യത്തിലും യേശു കർത്താവ് പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിയാമോ? എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്നാ പ്രാർത്ഥിച്ചത്. मत्ती सुसमाचार 26वां अध्याय उसके 39वां वचन के अंदर जब गत्सेमने उस बगीचे के अंदर प्रभु यीशु मसीह जब उसका पसीना लहू के तरह जब नीचे गिरा, तो उस समय प्रभु यीशु मसीह क्या प्रार्थना कर रहा है? मेरी इच्छा नहीं परंतु प्रभु आपकी इच्छा पूरी होने पाए। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് പ്രാർത്ഥനയുടെ ഒരു ഭാഗം മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. मेरे सुनने वाले प्रियो, ये हमारा जीवन का एक प्रार्थना का भाग ही नहीं परंतु हमारे जीवन को बदलने का एक भाग है। നമ്മുടെ ഉള്ളില് ജഡത്തിൻ്റെതായ ഒരു ഇച്ഛയുണ്ട്, നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ നമ്മുടേതായ ചില ഇഷ്ടങ്ങളുണ്ട്. हमारे जीवन में एक शारीरिक अभिलाषा है, हमारे स्वयं की कुछ इच्छाएं भी है। പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് തടസ്സമായിരിക്കുന്നത് നമ്മുടെ സ്വയ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് സെൽഫ് വിൽ എന്ന് പറയും.
हमारे जीवन में जो प्रभु यीशु के लिए, प्रभु यीशु मसीह के सामने चलने के लिए जो रुकावट है, वो हमारे जीवन की स्वयं की इच्छा है, स्वयं की इच्छा। കർത്താവ് ശുശ്രൂഷയ്ക്കായി നമ്മളെ വിളിക്കുമ്പോൾ കർത്താവ് ചില സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തരും, ചില ദേശങ്ങളിലേക്ക് പോകുവാനായിട്ട് പറയും. പക്ഷേ നാം അവിടെ ഒരു നിമിഷം നിന്നിട്ട് പറയും, നമ്മൾ സ്വയം ചിന്തിക്കും, എനിക്ക് ചില അസൗകര്യങ്ങൾ ഉണ്ടാകും, അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയത്തില്ലായിരിക്കാം, അവിടെ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് കരുതി നാം കർത്താവിന്റെ ഇഷ്ടം മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിലേക്ക് പോകുവാൻ കോണമിടയാകും. जब परमेश्वर किसी को सेवकाई के लिए कहीं जगह भेजते हैं और जो वहां रहते हैं, उनकी बच्चों की पढ़ाई को लेकर और काफी मुसीबतों को सामना करते हुए वो जब बोलते हैं कि ये इच्छा, ये मेरी इच्छा, यहाँ पर जो है वो मेरी इच्छा नहीं है, परमेश्वर की इच्छा, ये मेरी इच्छा है परंतु परमेश्वर की इच्छा नहीं है। कई बार अपनी इच्छा को इच्छा के अनुसार परमेश्वर की इच्छा से अब दूर हो जाते हैं। ഇത് കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം, കർത്താവിന്റെ അഭിഷേകം നമ്മുടെ മേൽ നിൽക്കാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ? നാം ചില പ്ലാനുകൾ വെച്ചിട്ട് ദൈവത്തോട് പറയും അതിനെ അനുഗ്രഹിക്കാൻ, എന്നാൽ ദൈവം വെക്കുന്ന പ്ലാനുകൾ അനുസരിപ്പാൻ നമ്മൾ തയ്യാറാകാതെ വരും. मैं उदाहरण बता रहा हूँ, कई बार जब प्रभु की उपस्थिति में होते हैं तो हम कुछ विषयों को, कुछ प्लान्स को या कुछ योजनाओं को परमेश्वर सामने रख के बोलते हैं, परमेश्वर ये इच्छाओं को पूरी करो। അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത് അബ്രഹാമിനൊരു വാഗ്ദത്ത സന്തതിയെ കൊടുക്കുമെന്ന്, അത് നമുക്കറിയാം ഇസ്ഹാക്കാണെന്ന്. എന്നാൽ നമുക്കറിയാം ഇസ്ഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് ഇസ്ഹാക്കിനെ കുറിച്ചുള്ള വാഗ്ദത്തം കേൾക്കുമ്പോൾ പത്രോസ് തന്റെ മകനായ തന്റെ ഇഷ്ടത്തിൽ ജനിച്ച ഇഷ്മായേലിനെ യഹോവയുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് പറയുന്നു, നീ ഇവനെ അനുഗ്രഹിച്ചാൽ മതിയെന്ന്. जब अब्राहम को परमेश्वर ने एक वायदे का संतान दिया, परंतु जब अब्राहम बोलता है, जो उसके अलावा जो मिला हुआ इश्माइल को बोला कि प्रभु आप इसको अनुग्रह करो करके अब्राहम परमेश्वर से बोल रहा है। ദൈവത്തിന്റെ ആഗ്രഹം ഇസ്ഹാക്കിനെ തന്ന് അവനെ അനുഗ്രഹിച്ച് അവനിലൂടെ നിന്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാനാണ്. പക്ഷെ നീ പറയുന്നു ഇസ്ഹാക്കിനെ അല്ല എനിക്ക് ഇപ്പോൾ നീ അനുഗ്രഹിക്കേണ്ടത്, ഇസ്ഹാക്ക് ജനിച്ചിട്ടില്ലല്ലോ, ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ജനിപ്പിച്ച എന്റെ മകനുണ്ട്, എന്റെ അധ്വാനത്തിൽ ജനിപ്പിച്ച മകൻ, എന്റെ പദ്ധതിയിലും പ്ലാനിലും ജനിപ്പിച്ച മകൻ, അവനാണ് ഇവിടെ നിൽക്കുന്ന ഈ ഇഷ്മായേല്. നീ കൈനീട്ടി അവനെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. अभी इसहाक का जन्म नहीं हुआ, परंतु इश्माइल का यह जन्म हुआ, क्योंकि वायदे का जो है वो इसहाक है, परंतु वो परमेश्वर से बोल रहा है अभी इसहाक का जन्म नहीं हुआ, परंतु इश्माइल यहाँ है, आप अपने हाथ बढ़ाकर इस इश्माइल को आप अनुग्रह करो करके परमेश्वर से अब्राहम बोल रहा है। ദൈവപൈതലെ നിന്നെ കർത്താവ് വിളിക്കുമ്പോൾ നിന്നെ കുറിച്ച് വലിയ പദ്ധതികൾ അവനുണ്ട്, നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങളുടെ പിന്നിൽ ദൈവത്തിന്റെ ഇഷ്ടങ്ങളുണ്ട്. നീ എവിടെ, എങ്ങനെ, എന്തിന്, എപ്പോൾ ഉപയോഗിക്കപ്പെടണമെന്ന്. എന്നാൽ അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചില ആഗ്രഹങ്ങൾക്കെതിരായി വരുമ്പോൾ, നമുക്ക് ചില അസൗകര്യങ്ങൾ ഉണ്ടാക്കുമെന്ന് തോന്നുമ്പോൾ, നാം നമ്മുടെ പദ്ധതിയിൽ ഒരു മിനിസ്ട്രി, ഒരു ശുശ്രൂഷ പ്ലാൻ ചെയ്തിട്ട് അതിനുവേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, അതിനുവേണ്ടി ഉപസിക്കുകയാണ്, ദൈവമേ ഇതിനെ അനുഗ്രഹിക്കണമേ. परमेश्वर के लिए हमारे परमेश्वर हमारे लिए कुछ योजनाओं को बना कर रखा, परंतु जब हम सेवकाई में उतरते हैं, हम अपनी योजनाओं को सोचकर, हम अपनी ही बातों को सोचकर परमेश्वर से प्रार्थना कर, परमेश्वर ये बातें मेरे जीवन में पूरा होने पर परमेश्वर से बोलते हैं। हालेलुया। അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഞാൻ ശുശ്രൂഷയുമായി മാത്രം ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ, ഒരു സാധാരണ വിശ്വാസിയുടെ ജീവിതത്തിലാണെങ്കിലും ശരി, ഓരോ ദിവസവും നാം ദൈവസന്നിധിയിൽ ചെയ്യേണ്ടത് എന്തെന്ന്, നാം എങ്ങനെ ജീവിക്കണമെന്നുള്ളതിന് ദൈവത്തിന് പദ്ധതികളുണ്ട്, വചനത്തിൽ അത് എഴുതിയിരിക്കുന്നു. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നാം ആ വചനത്തെ മറന്ന് അന്നേരം നമുക്ക് വേണ്ടത്, അപ്പോഴപ്പോൾ നേടേണ്ടത്, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നേടി നാം ദൈവത്തെ മറന്ന് ഓരോ ദിവസവും ജീവിച്ചു പോവുകയാണ്. अभी तक मैं जो प्रभु के सुसमाचार, प्रभु के सेवकों के लिए बता रहा था, परंतु वैसे ही हमारे विश्वासी जीवन के अंदर भी प्रभु की इच्छा क्या है, कई बार प्रभु चाहता, परंतु उसको भूलकर हम अपनी इच्छा के अनुसार, अपनी ही योजनाओं के अनुसार हम प्रभु को भूलकर हमारे जीवन को हम बिता रहे हैं। പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇഷ്ടം ദൈവം അനുസരിക്കണമെന്നാണ്. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് അനുസരിക്കുവാൻ പലപ്പോഴും മനസ്സില്ല. कई बार हमारी प्रार्थना इस प्रकार होती है कि हमारी जो भी बातें प्रभु माने, परंतु प्रभु की बातों को हम मानने के लिए तैयार नहीं है। ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തില് നമ്മൾ താഴേക്ക് പഠിച്ചു വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു.
गलातियों की पत्री 5वां अध्याय उसका 17वां वचन के जब नीचे के भागों में हम पढ़ते हैं, शरीर आत्मा के विरोध में है और आत्मा शरीर के विरोध में लालसा करती है। ദൈവത്തിന്റെ ആത്മാവിന് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, നമ്മളെ വിളിച്ചതിന്റെ പിന്നിൽ അവിടത്തേക്ക് ഒരു ഉദ്ദേശമുണ്ട്. എന്നാൽ അത് പലപ്പോഴും നമ്മുടെ ജഡത്തിന്റെ സൗകര്യങ്ങൾക്ക് എതിരായിട്ടായിരിക്കും. അതുകൊണ്ട് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എപ്പോഴും ആത്മാവും ജഡവും തമ്മിൽ എപ്പോഴും ഒരു മത്സരത്തിലായിരിക്കും. प्रभु की आत्मा ने जो हमें बुलाया है उसके पीछे एक उद्देश्य है, परंतु कई बार हम जब उस आत्मिक जीवन के पीछे भागते हैं तो आत्मा और शरीर हमेशा एक दूसरे के विरोध में होता है। നിങ്ങളുടെ ജീവിതത്തിലെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ, പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ശുശ്രൂഷകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ നിവർത്തിക്കുവാനായിട്ട് കഴിയുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? हम जब हमारे जीवन में देखते हैं, हमारे जीवन में जब हम पाते हैं, हम सेवकाई करने की इच्छा है परंतु सेवकाई कर नहीं पा रहे हैं। हम हमारे जीवन में बहुत सारी बातें करने की इच्छा करते हैं, बहुत सारी आत्मिक बातें करने की इच्छा करते हैं, परंतु वो कर नहीं पा रहे हैं। वो सब ना करने का कारण क्या है, आपको मालूम है क्या? നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ എനിക്ക് അത് ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, അങ്ങയെ സേവിക്കുവാൻ ആഗ്രഹമുണ്ട്, അങ്ങയെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹമുണ്ട്, അങ്ങയ്ക്ക് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും, അതൊക്കെ ദൈവസന്നിധിയിൽ ഉണർത്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കർത്താവ് നമ്മളോട് പറയുക, മകനെ, മോനെ, മോളെ, നീ അതെനിക്ക് വേണ്ടി ചെയ്തെന്ന് പറയുമ്പോൾ അവിടെ കഷ്ടത കടന്നു വന്നാൽ അതിനെ സഹിക്കാൻ നമ്മൾ തയ്യാറല്ല. हम हमारे जीवन में बहुत सारी बातों के लिए प्रार्थना करते, सेवकाई की इच्छाओं को रख के प्रार्थना करते हैं, परंतु प्रभु हमसे बोल रहा है, प्रिय बच्चों, जब तेरे सामने सताव आएगा, कष्ट आएगा, वेदना आएगा, तो उसको तू सहने के लिए तैयार नहीं है, ऐसे प्रभु हमसे बोल रहा है। റോമാലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 12 verse 1 onwards. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സറിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. रोमियो की पत्री 12वां अध्याय के पहले वचन में जब हम पढ़ते वहां इस प्रकार लिखा है, इसलिए है भाइयों, मैं तुमसे परमेश्वर की दया स्मरण दिलाकर विनती करता हूं कि अपने शरीर को जीवता और पवित्र और परमेश्वर को भाता हुआ बलिदान करके चढ़ाओ, यही तुम्हारी आत्मिक सेवा है। അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വാക്യം ഒന്ന് വായിച്ചേ പാസ്റ്ററെ. उसका दूसरा वचन इस प्रकार है, और इस संसार के सदृश ना बनो, परंतु तुम्हारी बुद्धि के नए हो जाने से तुम्हारा चाल चलन भी बदलता जाए, जिससे तुम परमेश्वर की भली और भावती और सिद्ध इच्छा अनुभव से मालूम करते रहो। ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയേ, എങ്ങനെയാണ് ദൈവത്തെ സേവിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായ രീതിയിൽ, ചുരുക്കമായ രീതിയിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്. यहाँ हम देखते कैसे हमें प्रभु की सेवा करना है, ये बिल्कुल साफ तौर से और संक्षिप्त रूप में बिल्कुल हमें समझाया हुआ है, बताया हुआ है। ഇവിടെ എഴുതിയിരിക്കുന്നു, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. यहाँ पर लिखा हुआ है, जो तुम्हारा शरीर है वो जीवित और पवित्र और परमेश्वर को भावता हुआ बलिदान करके चढ़ाना है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ശരീരം ദൈവസന്നിധിയിൽ ദൈവത്തിന് യാഗമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ വീണ്ടും വീണ്ടും ആരാധിക്കുവാനും സേവിക്കുവാനും കഴിയൂ. मेरे प्रिय लोगों, जो शरीर को वास्तविक रूप में परमेश्वर को भावता हुआ जो चढ़ाया है, उन्हें ही वो ही परमेश्वर को बार बार आराधना और सेवा करने के योग्य कर सकता है। वो परमेश्वर की आराधना और सेवा कर सकता है। वो ലോകത്തിലുള്ള മറ്റുള്ള ദൈവങ്ങൾക്കൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം മതി, അല്ലെങ്കിൽ സ്വർണം മതി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ മതി. പക്ഷെ കർത്താവിന് വേണ്ടത് നിങ്ങളുടെ സ്വർണമോ നിങ്ങളുടെ സംഭാവനകളോ നിങ്ങളുടെ പണമോ അല്ല, നിങ്ങളെ തന്നെയാണ് കർത്താവിന് വേണ്ടത്. इस संसार के लोगों को आपका धन दौलत सोना चांदी ही चाहिए होता है, परंतु प्रभु को आपका सोना चांदी धन दौलत नहीं चाहिए होता है, वो आपका जीवन चाहता है। ഒന്ന് ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, ദൈവത്തിന് പണം കൊടുക്കുവാൻ എളുപ്പമാണ്, ദൈവത്തിന് സമ്മാനങ്ങൾ കൊടുക്കുവാൻ എളുപ്പമാണ്, ദൈവത്തിന്റെ മുമ്പിൽ മണിക്കൂറുകൾ ആരാധിക്കുവാൻ എളുപ്പമാണ്. എന്നാൽ നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം പലപ്പോഴും നമുക്ക് മനസ്സില്ല, നമുക്ക് കഴിയുന്നില്ല.
प्रभु को बहुत सारी बातें देना, धन देना, दौलत देना, प्रभु को बहुत समय तक आराधना करना हमारे जीवन सोचता है, परंतु परमेश्वर के लायक जीवन बिताना हमारे लिए बहुत मुश्किल हो जाता है। എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എന്നെ പഠിപ്പിക്കണമേ, നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് വേണ്ടി ഒരു മിഷണറി ആയി പോകുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്നും പ്രാർത്ഥിക്കുക പതിവായിരുന്നു. मैं एक डॉक्टर को जानता हूँ, वो अपने जीवन में इस प्रकार प्रार्थना करते थे, प्रभु मैं आपका सेवक बनना चाहता हूँ, मैं आपके लिए एक मिशनरी बनना चाहता हूँ, मैं आपके लिए जीवन बिताना चाहता हूँ, ऐसे करके वो प्रार्थना करता था अपने जीवन में। ഒരു ദിവസം അദ്ദേഹത്തിന് ദൈവം കൊടുത്ത വാക്യങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിച്ച വാക്യങ്ങൾ. एक दिन परमेश्वर की आत्मा ने उस डॉक्टर को दिया हुआ वचन है, मैंने आपके सामने पढ़ के सुनाया। അദ്ദേഹം അത് വായിച്ചു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. उसने इस प्रकार पढ़ा, और डॉक्टर ने इस प्रकार पढ़ा कि तू अपने शरीर को जीवता और पवित्र और परमेश्वर को भावता हुआ बलिदान करके चढ़ाओ। അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ ശരീരത്തെ പൂർണ്ണമായി നിനക്ക് വേണ്ടി ഞാൻ തരികയാണ്. वो डॉक्टर वापस प्रार्थना करने लगा, है प्रभु मैं अपने जीवन को पूर्ण रूप से मैं एक और बार आपको देता हूँ। കർത്താവ് അവനോട് പറഞ്ഞു, നീ അങ്ങനെയല്ല എൻ്റെ അടുത്ത് സമർപ്പിക്കേണ്ടത്. പഴയ നിയമത്തിലെ യാഗത്തെ നോക്കിക്കേ, ഒരു കാളയെ കൊണ്ടുവന്ന് ഒരു ആടിനെ കൊണ്ടുവന്ന് അതുപോലെ യാഗപീഠത്തിന്റെ മേൽ വെക്കുകയല്ല, പിന്നെയോ അതിനെ അറുത്ത് അതിനെ കഷണമാക്കി ദൈവസന്നിധിയിൽ യാഗപീഠത്തിന്റെ മേൽ വെക്കണം. प्रभु की आत्मा ने उससे बोला, ऐसा बलिदान नहीं चाहता, परंतु जो पुराने नियम के अंदर जब बलि वेदी के सामने जब जानवरों को लेके आते थे, तो वो उसको उसकी पूरा कटनी करके बिल्कुल पूर्ण रूप से बलिदान कर वो परमेश्वर को चढ़ाते थे। उसी प्रकार हमारा जीवन होना है। സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എന്നെ തന്നെ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നുവെന്ന്. हम पढ़ते हैं यहाँ पर, मैं अपने जीवन को पूर्ण रूप से आपके लिए समर्पित करता हूँ। അങ്ങനെയല്ല പാസ്റ്റർ ഞാൻ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ എന്നെ തന്നെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നുവെന്ന്. हम कई बार इस प्रकार प्रार्थना करते, मैं अपने आप को आपके सामने समर्पित करता हूँ। കർത്താവിന് അതല്ല ആവശ്യം. കർത്താവ് പറയുന്നത്, നിന്നെ തന്നെ കഷണമായി എന്റെ യാഗപീഠത്തിന്റെ മേൽ സമർപ്പിക്കണം. परंतु परमेश्वर ये बोल रहा है कि तू टुकड़े टुकड़े कर बलि वेदी के समान टुकड़े टुकड़े कर मुझे अपने आप को मेरे सामने समर्पित कर। അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? इसका अर्थ क्या है आपको मालूम है प्रियो? എന്റെ കണ്ണുകളെ, ഞാൻ പറയണം, എന്റെ കണ്ണുകളെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു, എന്റെ നാവിനെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു, എന്റെ ചെവികളെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു, എന്റെ കൈകളെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങനെ അവയവങ്ങളായി ഖണ്ഡമായി ഓരോന്നിനെയും ദൈവസന്നിധിയിൽ വ്യക്തിപരമായി നമ്മൾ സമർപ്പിക്കണം. इसका मतलब क्या है मेरे प्रियो? आप जानते हो, मेरी आंखों को ऐसे ही प्रभु के सामने समर्पित करना है, मेरे मुंह को ऐसे ही प्रभु के सामने समर्पित करना है, मेरे कान को, मेरे हाथ को, मेरे शरीर के हर एक अंगों को प्रभु के सामने समर्पित करना है। അങ്ങനെ സമർപ്പിക്കുന്ന ഒരു വ്യക്തി ആവശ്യമില്ലാത്തത് കാണുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കും, എന്റെ കണ്ണുകളെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചതാണല്ലോ. ആവശ്യമില്ലാത്തത് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കും, എന്റെ നാവിനെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ യാഗമായി കൊടുത്തതാണല്ലോ. അങ്ങനെയുള്ള വ്യക്തി ചിന്തിക്കും, ആവശ്യമില്ലാത്തത് കേൾക്കുവാൻ പോകുമ്പോൾ ചിന്തിക്കും, ഇതെങ്ങനെ കേൾക്കുവാൻ പറ്റും? ഈ ചെവികൾ എന്റേതല്ലല്ലോ, ഇതിനെ ഓൾറെഡി ഞാൻ യാഗമായി ദൈവസന്നിധിയിൽ കൊടുത്തതാണല്ലോ. അങ്ങനെ ശരീരം മുഴുവനും ദൈവസന്നിധിയിൽ കണ്ണമായി കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിൽ ഭയത്തോടെ, താഴ്മയോടെ, നുറുക്കത്തോടെ ജീവിക്കുവാനായിട്ട് കഴിയും. जब हम कुछ बुरा देखते हैं, जो नहीं देखना है वो देखते हैं, उस समय बोलते हैं, उस समय व्यक्ति बोलेगा, हे प्रभु मैंने आंखों को आपके सामने समर्पित किया। हम कुछ अनुचित बोलते तो बोलते, प्रभु मेरे मुंह को मैंने आपके सामने समर्पित किया। हमारे कानों को जब हम अनुचित सुनते तो बोलते, प्रभु मेरे अपने कान को प्रभु के सामने समर्पित किया। हमारे जीवन के हर एक बात को प्रभु के साथ समर्पित किया जब हम सोचते हैं, तभी हम प्रभु की इच्छा के अनुसार चल पाते हैं। അങ്ങനെയെങ്കിൽ നാം നടക്കുമ്പോഴൊക്കെയും ഒരു ബ്രോക്കൺ മാൻ ആയിട്ട് നടക്കും. കാരണം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി അവിടുത്തെ യാഗപീഠത്തിന്മേൽ സമർപ്പിച്ച ഒരു വ്യക്തിയായി, ആരാധനയായിട്ടായിരിക്കും നാം ജീവിക്കുന്നത്. हम जब ऐसा करते हैं, जब उस प्रभु के सम्मुख में समर्पित किया हुआ व्यक्ति एक आराधना के योग्य जीवन बिताए व्यक्ति के समान हम जी पाते हैं।
അങ്ങനെ വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്, നമ്മുടെ നാവ് അനുഗ്രഹിക്കപ്പെടുകയാണ്, നമ്മുടെ ചെവികൾ അനുഗ്രഹിക്കപ്പെടുകയാണ്, നമ്മുടെ കൈകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. जब हम ऐसा करते हैं तो हमारे आंख आशीषित पाते हैं, हमारे कान आशीषित पाते हैं, हमारे मुंह आशीषित पाते हैं, हमारे हाथ आशीषित पाते हैं। അങ്ങനെ ഒരു ദൈവദാസന്റെ നാവിലൂടെ ഒരു വാക്ക് പുറത്തു വന്നാൽ, അങ്ങനെയുള്ള ഒരു ദൈവദാസിയുടെ നാവിലൂടെ ഒരു വാക്ക് പുറത്തു വന്നാൽ അത് ദൈവം സംസാരിക്കുന്ന വാക്കുകളായി മാറും. ऐसे व्यक्ति, ऐसे प्रभु के दास और दासी के मुख से जब कोई बातें बाहर आती है तब लोगों को लगता है ये परमेश्वर की ओर से आया हुआ बातें हैं। അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കണ്ണുകൾ മറ്റൊരു വ്യക്തിയിലേക്ക് നോക്കുമ്പോൾ അത് കർത്താവ് നോക്കിയതുപോലെ കരുണയുള്ള ഒരു നോട്ടമായിരിക്കും. ऐसे अनुग्रह भरे व्यक्ति की आंखें जब दूसरे व्यक्ति की आंखों को देखता है तो वो सामने वाले व्यक्ति को लगता है कि प्रभु का अनुग्रह भरी दृष्टि से वो मुझे देख रहा है। അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കൈ മറ്റൊരു വ്യക്തിയുടെ മേൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് കർത്താവ് വെച്ച കൈ പോലെ തന്നെ ഇരിക്കും. जब हमारे हाथ जब किसी हाथ के ऊपर किसी व्यक्ति के ऊपर रखते हैं, जिस प्रकार प्रभु यीशु मसीह का हाथ लोगों के ऊपर रखा, वैसा अनुभव उनको होगा। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് സംഭവിക്കണമെന്ന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അതാണ് നമ്മൾ കേട്ടത്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്റെ ജീവിതത്തിലാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഈ വലിയ അനുഗ്രഹത്തിന്റെ ഉടമയായി തീരുവാൻ കഴിയൂ. ऐसी बातें हम हमारे जीवनों में हम देखना चाहते हैं, और यहाँ पर जब हम प्रभु की इच्छा के अनुसार हम जब जीवन बिताते हैं तब ये बातें हमारे जीवन से बाहर लोगों के लिए होती है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ വായിച്ചു, ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ഒരു മാനുഷിക ഇഷ്ടവും എപ്പോഴും എതിരായിരിക്കും. हमने अभी गलातियों की पत्री में पढ़ा था, प्रभु की इच्छा और शारीरिक इच्छा हमेशा एक दूसरे के विरोध में होता है। കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ലൂക്കോസിന്റെ സുവിശേഷം 9:23 നമ്മൾ വായിക്കുന്നു, ലൂക്ക് 9:23 വായിക്കുന്നു, ഇഫ് എനിവൺ വിഷസ് ടു കം ആഫ്റ്റർ മീ ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ഡെയിലി ആൻഡ് ഫോളോ മീ. अभी लोक 9 का 23 में इस प्रकार पढ़ते हैं, यदि कोई मेरे पीछे आना चाहे तो अपने आप से इनकार करे और प्रतिदिन अपना क्रूस उठाए हुए मेरे पीछे हो ले। അവിടെ നോക്കിക്കേ, ക്രൂശ് എടുക്കുന്നതിനെ കുറിച്ചൊരു വാക്യം കാണുന്നു. वहां देखो, क्रूस उठाने के बारे में एक वचन हम यहाँ पे देख रहे हैं। അതെന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? അവിടെ തന്നെ എഴുതിയിരിക്കുന്നു, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ തന്നെ ത്യജിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരം പറയുന്ന പലതും ആ ശരീരത്തോട് നമ്മൾ നോ പറഞ്ഞിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. ഒരു വലിയ റെസ്റ്റിൽ നടക്കുകയാണ്. അതാണ് ക്രൂശിന്റെ അനുഭവം. वहां पर बिल्कुल साफ साफ लिखा हुआ है, यदि कोई मेरे पीछे आना चाहे, इसका मतलब जो शारीरिक इच्छा है उसके विरोध में वहां पर एक युद्ध चल रहा है, शारीरिक आत्मा के पीछे युद्ध चल रहा है। वही अर्थ है क्रूस उठाना, मेरे पीछे होने का मतलब। നമ്മളെല്ലാവരും കുരിശ് കണ്ടിട്ടുണ്ടല്ലോ. हम सब ने क्रूस को देखा है ना। ഒന്ന് വെർട്ടിക്കലായിട്ടും മറ്റേത് ഹോറിസോണ്ടലുമായിട്ടുള്ള രണ്ട് പ്ലാങ്കുകളാണ് കുരിശ്. एक है बिल्कुल सीधा है, दूसरे उसके साथ से जुड़ा हुआ एक ऐसे निशान के समान है क्रूस। അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? എന്റെ ഇഷ്ടത്തെ ദൈവത്തിന്റെ ഇഷ്ടം ഖണ്ഡിക്കുന്നതാണ് കുരിശ്. उसका मतलब मेरी इच्छा प्रभु की इच्छा के विरोध में जाता है, वो है क्रूस। എന്റെ ഇഷ്ടത്തെ ദൈവത്തിന്റെ ഇഷ്ടം ഖണ്ഡിക്കുന്നതാണ് കുരിശ്. मेरी इच्छा प्रभु की इच्छा के विरोध या प्रभु की इच्छा को अठाता है, वो है क्रूस। എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അത് എളുപ്പ വഴിയല്ല. എന്റെ ശരീരം പലതും കാണണമെന്ന് ആഗ്രഹിക്കും, പലതും കേൾക്കണമെന്ന് ആഗ്രഹിക്കും, പലയിടത്തും പോകണമെന്ന് ആഗ്രഹിക്കും. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഒരു ദൈവ പൈതലാണ്, നീ ഒരു വിശ്വാസിയാണ്. അങ്ങനെ നീ നോക്കരുത്, അങ്ങനെ നീ പറയരുത്, അങ്ങനെ നീ ചെയ്യരുത്, അവിടെ വഴികളിൽ പോകരുത്, അവരോട് കൂട്ടുകൂട്ടരുത്. അത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് കുരിശിന്റെ അനുഭവമാണ്, വളരെ ഭാരമുള്ള അനുഭവമാണ്. मेरी इच्छा जो है, जो देखना है वो, परंतु प्रभु की इच्छा उसके विरोध में। जो प्रभु बोलता है ये नहीं देखना, ये नहीं सुनना, ये नहीं बोलना, इसका मतलब है कि प्रभु हमारी इच्छाओं को काट रहा है।
അതെന്തൊരു പ്രയാസമായിരിക്കും സഹോദരങ്ങളെ, എന്തൊരു ഭാരമായിരിക്കുമെന്നറിയാമോ? എനിക്ക് എൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ കഴിയുകയില്ല. കാരണം എൻ്റെ കണ്ണുകൾ അവിടുത്തെ സന്നിധി കൊടുത്തതാണ്, എൻ്റെ ചെവികൾ കൊടുത്തതാണ്, എൻ്റെ നാവിനെ കൊടുത്തതാണ്, എൻ്റെ ജീവിതത്തെ മുഴുവനും കൊടുത്തതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ദാസനല്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ദാസനാണ്, ദാസിയാണ്. അതുകൊണ്ട് അവിടെയാണ് ഞാൻ അനുദിനം കുരിശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നത്. कई बार हम हमारी इच्छा के अनुसार चलते हैं, परंतु प्रभु हमारी इच्छाओं को हटाते। मैं प्रभु का दास हूँ, मैं प्रभु का प्रिय हूँ और मैं प्रभु के पीछे चलता हूँ। हमारी इच्छाओं को छोड़कर हम प्रभु के पीछे चलने का अर्थ है क्रूस। പലപ്പോഴും നമ്മുടെ കൂട്ടുകാർ അവർക്ക് ഇഷ്ടപ്പെട്ട വഴികളിലേക്ക് നമ്മളെ വിളിക്കും, നമ്മുടെ വീട്ടുകാർ വിളിക്കും, നമ്മുടെ നാട്ടുകാർ വിളിക്കും. പണ്ടൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുവാൻ ഒരു വിഷമവും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നാം പലപ്പോഴും പലതിനും പോകുമ്പോൾ അകത്തൊരു വേദനയുണ്ടാകും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരു ദുഃഖമാകും. അപ്പോഴാണ് നമുക്ക് പറയുവാൻ കഴിയുന്നത്, എനിക്ക് ആ വഴി വരാൻ പറ്റത്തില്ല, കാരണം ഞാൻ എന്നെ തന്നെ എൻ്റെ കർത്താവിന് വിറ്റുകളഞ്ഞവനാണ്, ഞാൻ എന്നെ തന്നെ എൻ്റെ കർത്താവിന്റെ യാഗപീഠത്തിൽ സമർപ്പിച്ചതാണ്. ഇനി എൻ്റെ ഇഷ്ടമല്ല, അവന്റെ ഇഷ്ടം വേണം എന്നിൽ നിവർത്തിക്കപ്പെടുവാൻ. कई बार हमारे दोस्त लोग हमें बुलाते हैं, कई लोग हम दोस्तों के पीछे जाने से अपने आप को रुकते, जब हम बोलते हैं अब मैं जो पहले करता वो नहीं, अब मैं प्रभु का हो गया हूँ, अब मैं संसार की आपकी इच्छा के अनुसार नहीं, अब मैं प्रभु की इच्छा के अनुसार चलता हूँ, ऐसे हम कई बार अपने दोस्तों को बोल पाते हैं। ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ടത് അതാണ്. കർത്താവേ, ഇതുവരെ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ജീവിക്കുകയായിരുന്നു, അങ്ങയുടെ ദാസനാണെന്ന് ഞാൻ പറഞ്ഞു, അങ്ങയുടെ ദാസിയാണെന്ന് പറഞ്ഞു. എന്നാൽ അവിടുന്ന് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന് വേണ്ടി അല്ല ഞാൻ നോക്കിയിരിക്കുന്നത്, ഇവിടുത്തെ രാജ്യമാണ് എൻ്റെ രാജ്യമെന്ന് കരുതി എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ജീവിക്കുകയായിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഞാനൊരു തീരുമാനമെടുക്കുക, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. हम लोग अभी तक बोल रहे हैं ओ आपके दास, आपके दासी। आज हम बोल रहे कि अब तक मैं अपनी इच्छा के अनुसार जी रहा था, अपनी मर्जी से चल रहा था, परंतु आज हम कह रहे हैं नहीं, मेरी इच्छा नहीं, ओ अब मैं प्रभु की इच्छा के अनुसार अपने जीवन को बिता रहा हूं, ऐसे हम बोल पा रहे हैं। നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. मत्ती रचित सुसमाचार 21वां अध्याय उसका 28वां वचन में इस प्रकार हम पढ़ते हैं, जो मनुष्य अपने बोझ को उसके सामने देते हैं वही परमेश्वर की इच्छा के अनुसार चल पाते हैं। 11:29-28-29 मत्ती रचित सुसमाचार 11वां का 28, 28 और 29 में इस प्रकार कहते हैं, बोझ से सब परिश्रम करने वालों और बहुत से दबे लोगों मेरे पास आओ, मैं तुम्हें विश्राम दूंगा। നമ്മളെല്ലാവർക്കും പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം അതാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ ആശ്വസിപ്പിക്കാമെന്ന്. वहां पर लिखा हुआ है, हे परिश्रम करने वालों, हे बोझ से दबे लोगों मेरे पास आओ, मैं तुम्हें विश्राम दूंगा। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പലരും കർത്താവിന്റെ അടുക്കൽ എത്തിയിട്ട് വിശ്രമം പ്രാപിക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? मेरे सुनने वाले प्रिय लोगों, कई बार हम प्रभु के पास पहुंचने के बाद में वो प्रभु का विश्राम ना पाने का कारण क्या है, आपको मालूम है? അടുത്ത വാക്യത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? 29-ൽ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. अब उसके 29वां वचन में इस प्रकार लिखा है, मेरे जुआ अपने ऊपर उठा लो और मुझसे सीखो। എന്റെ അടുക്കൽ ആശ്വാസം പ്രാപിക്കുവാൻ വരുവീൻ എന്ന് പറഞ്ഞ കർത്താവ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാമോ? എന്റെ മുഖം നീ ഏൽക്കണം. അല്ലെങ്കിൽ എന്റെ മുഖം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നിങ്ങൾക്കൊക്കെ കേത്തികളുണ്ട്, അവിടെ കാളകളെയൊക്കെ കലപ്പയ്ക്ക് വെച്ചുകൊണ്ട് അതിന്റെ പുറത്ത് മുഖം വെച്ചുകൊണ്ട് ഉഴുന്നത് പ്ലൗ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അപ്പൊ കർത്താവ് പറയുകയാണ്, എന്റെ അടുക്കൽ നീ ആശ്വാസത്തിന് വേണ്ടി വരുമ്പോൾ ഇനി നിന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടം നിന്റെ മേൽ മുഖമായിരിക്കണം. यहाँ पर मैं तुम्हें विश्राम दूंगा, इसका मतलब ये कि जो जुआ परमेश्वर ने दिया वो तुम उठाओ। हम सब खेत में काम करने वाले लोग हैं, हमें मालूम है 2 बैल और उसके खंधों पर एक जुआ, एक लंबी लकड़ी बांधते हैं और वो बैल उस जुए को खींच के लेके जाता है। उसी प्रकार परमेश्वर के इच्छाओं के लिए परमेश्वर के सामने दुख उठाना ही है परमेश्वर की इच्छा, तभी हम विश्राम पाते हैं। ये वचन हमें इस प्रकार सिखा रहा है।
നമുക്കറിയാം ആ കേത്തിയിലേക്ക് ആ കാളകളെ കൊണ്ടുവരുന്നതിന് മുമ്പ് അതിനെ അഴിച്ചു വിടുമ്പോൾ അതിന് ഇഷ്ടമുള്ളിടത്തൊക്കെ അതിന് പോകാൻ പറ്റും. പക്ഷേ അത് നുകത്തിന്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഓടിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടമനുസരിച്ച് അത് ആ നുകത്തിന്റെ കീഴിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. हमको मालूम है उस खेत में जब वो दो बैल जुआ के अधीन होते, जब उसको खोलते हैं तो अपनी मर्जी से कहीं पे भी चल सकता है, परंतु जब जुआ उसके खंधे पे होता है तो उसका पूरा नियंत्रण उसको चलाने वालों का हाथ में होता है। കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. प्रभु बोल रहा है मेरा जुआ अपने ऊपर उठा लो, वो अपनी जुआ उठा लो, मुझसे सीखो क्योंकि मैं नम्र और मन में दीन हूं। അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഈ ആത്മാക്കൾക്ക് ആശ്വാസം പ്രാപിക്കാം. तो और आगे लिखा है और तुम अपने मन में विश्राम पाओगे। ഹല്ലേലൂയ. പലപ്പോഴും ആമേൻ. നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് എനിക്ക് ആശ്വാസം കിട്ടാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളിൽ പലർക്കും കർത്താവിന്റെ നുകം ചുമക്കുവാൻ തക്കവണ്ണം താല്പര്യമില്ല. कई बार हम बोलते हैं है वो हमारे जीवन में विश्राम क्यों नहीं मिल रहा है, परंतु कई बार हम उस परमेश्वर के जुआ को हमारे ऊपर उठाने की इच्छा कई बार हमारे जीवन में नहीं होती है। विश्राम पाने की इच्छा होती है, परंतु जुआ उठाने की इच्छा कई बार हमारे जीवन में हम नहीं उठाते, नहीं इच्छा नहीं होती है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ മധ്യത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ശുശ്രൂഷകർ എന്നെ കേൾക്കുന്നുണ്ട്. इस मीटिंग के अंदर प्रभु की सेवा करने वाले कई सेवक लोग मुझे सुन रहे हैं। നിങ്ങൾ സേവ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിലാണോ, അതോ നിങ്ങളുടെ മേൽ നുകം വെച്ചിരിക്കുന്ന നിങ്ങളുടെ കർത്താവ് പറയുന്നിടത്താണോ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്? आप जो सेवा कर रहे हैं वो अपनी ही इच्छा के अनुसार है, ये जो परमेश्वर ने जो सौंपा हुआ है उसके अनुसार सेवा कर रहे हैं क्या? നുകം മുകളിൽ വെച്ചിരിക്കുന്ന കാളകൾ ആ നുകം വെച്ച വ്യക്തിയുടെ കീഴില് വ്യക്തി പറയുന്നിടത്തേക്ക് ഓടുന്നത് പോലെ നിന്റെ മേൽ നുകം വെച്ചിരിക്കുന്ന നിന്റെ കർത്താവ് നിന്നോട് പറയുന്ന രീതിയിലാണോ, പറയുന്ന വഴികളിലാണോ നീ അവനെ സേവിക്കുന്നത്? जो जुआ रखा हुआ बेल उसके मालिक के अनुसार जो चल रहे, उसी प्रकार जो जुआ हमारे ऊपर है, जो जिम्मेदारी हमारे ऊपर है, क्या उनके अनुसार ही आपका जीवन आगे बढ़ रहा है या आपकी सेवकाई चल रही है क्या? അങ്ങനെ നമ്മള് കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് പോകുന്നുവെങ്കിൽ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലായാലും ശരി, ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വസ്ഥത അനുഭവിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയും. जब हम ऐसे परमेश्वर की इच्छा के अनुसार परमेश्वर की जुआ को लेकर चलते हैं, हमारे जीवन की चाहे कोई भी परिस्थिति क्यों ना हो, कैसे भी अवस्था क्यों ना हो, हम हमेशा विश्राम पाते रहेंगे। എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അടുത്ത 10 മിനിറ്റിനുള്ളിൽ ദൈവവചനം പറഞ്ഞു നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. मैं अगले 10 मिनट के अंदर वचन को बोलकर रोकना चाहूंगा। പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ, കർത്താവേ, നമ്മളിപ്പോ കേട്ടതുപോലെ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന്. हमने अभी यहाँ पे जो पढ़ा है, सुना है, प्रभु आपकी इच्छा जैसे स्वर्ग में है वैसे पृथ्वी पर भी पूरा होने पाए। അങ്ങനെയാണെങ്കിൽ ഈ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെയാണ് സ്വർഗത്തിൽ നടക്കുന്നതെന്ന്. अब अगले 10 मिनट के अंदर हम ये सीखने जा रहे हैं, ये मनन करने जा रहे हैं, कैसे परमेश्वर की इच्छा जो स्वर्ग में होती है वो हमारे जीवन में पूरा होगा। അതിൽ നമ്പർ 1, ഒന്നാമത്തേത്, first of all, the angels are in a perpetual state of waiting upon God for his commandments. നമ്പർ 1 ഒന്നെന്ന് പറഞ്ഞാല് സ്വർഗത്തിലെ ദൂതന്മാരൊക്കെയും അവരുടെ ഇഷ്ടമനുസരിച്ചല്ല ചെയ്യുന്നത്, ദൈവത്തിന്റെ ആജ്ഞയ്ക്ക് വേണ്ടി എപ്പോഴും കാത്തിരിക്കുന്നവരാണ്. उसका पहली बात इस प्रकार है, परमेश्वर के दूतगण वो अपनी इच्छा से नहीं परंतु प्रभु की इच्छा के अनुसार जीवन के लिए अपने प्रभु की इच्छा के अनुसार जीवन बिताने के लिए अपने जीवन को हमेशा तैयार करते थे, इंतजार में रहते थे। സ്വർഗത്തിലെ ഇഷ്ടം പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ഇഷ്ടത്തിലെ ആദ്യത്തെ പ്ലാൻ ഇതാണ്. ഒന്നാമത്തേത് ഇതാണ്, സ്വർഗത്തിലുള്ള സകല ദൂതന്മാരും അവരുടെ ഇഷ്ടമനുസരിച്ചല്ല ജീവിക്കുന്നത്, അവർ ദൈവം എന്ത് പറയുന്നു എന്ന് കേട്ട് അനുസരിപ്പാൻ തക്കവണ്ണം ദൈവ ശബ്ദത്തിന് വേണ്ടി എപ്പോഴും കാതോർത്ത് നിൽക്കും. प्रभु की इच्छा के अनुसार जीने का पहली बात यह है कि स्वर्ग के दूत लोग वो अपने जीवन से, अपने जीवन के अनुसार नहीं परंतु स्वर्ग से जो बातें बोली जाती थी उनको सुनने के लिए हमेशा अपने कान को खुला रखते थे और वो उसके लिए इंतजार में रहते थे। എന്നെ കേൾക്കുന്ന ദൈവദാസ, ദൈവദാസി,
ഹാലലിയ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് തോന്നുന്നിടത്ത് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മുടെ പ്ലാനിലും പദ്ധതിയിലും അനുസരിച്ച് നമ്മുടെ ബുദ്ധിയിൽ വരുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അങ്ങനെ ചെയ്യുവാനല്ല ആഗ്രഹിക്കേണ്ടത്. പ്രാർത്ഥനയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ചെവി ഓർക്കുക. मुझे सुनने वालों, जब आप इस संसार में रहते अपनी इच्छा के अनुसार जीवन बिताने वाले ना होने पाए, परंतु प्रार्थना के द्वारा प्रभु की इच्छाओं को सुनकर जीवन बिताने वाले होने पाए। ഏത് കാലഘട്ടത്തിലും ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്. ഈ ഭൂമിയിൽ ദൈവം അങ്ങനെ ഒരു വ്യക്തിയെയാണ് അന്വേഷിക്കുന്നത്. എന്റെ ശബ്ദത്തിനു വേണ്ടി കാതോർത്ത് എന്റെ ഹിതപ്രകാരം എന്റെ ആജ്ഞ അനുസരിച്ച് എന്റെ കൽപ്പനകൾ അനുസരിച്ച് എന്നെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുവനെ എനിക്ക് കിട്ടുമോ എന്നുള്ളതാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. इस संसार में परमेश्वर ये देखता है, ये इच्छा रखता है कि क्या कोई व्यक्ति मेरे इच्छा के अनुसार जीवन बिताने वाले, मेरे बातों को सुनने वाले, मेरे अनुसार जीवन बिताने वाले कोई व्यक्ति है क्या? ऐसी इच्छा के साथ परमेश्वर हमें देखता है, हमसे आशा रखता है। ഇന്നു മുതൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവദാസന്മാരെ, വ്യക്തമായി ശുശ്രൂഷകരായ നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വേല അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ വേല ദൈവത്തിന് പ്രസാദകരമാകുമെങ്കിൽ ആകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ദൈവ ശബ്ദത്തിനു വേണ്ടി പ്രാർത്ഥനയിൽ ചെവിയോർത്ത് ജാഗരിക്കുക. मेरे मुझे सुनने वाले प्रिय लोगों, जब आपकी सेवकाई में कुछ बदलावट आना है तो परमेश्वर के शब्द को सुनने के लिए अपने कान को खोलकर प्रार्थना के साथ में बने रहना है। नंबर 2, secondly, when God speaks, the angels obey immediately. ഒന്നാമത്തേത് നമ്മൾ കേട്ടു, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ആജ്ഞയ്ക്ക് വേണ്ടി അവർ കാതോർത്തിരിക്കുന്നു. രണ്ടാമത് എന്തെന്നറിയാമോ? ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ അവരത് ചെയ്യും. पहली बात हमने सुना, प्रभु के शब्द को सुनने के लिए स्वर्गदूतगण अपने कान को खुले रखते थे। दूसरी बात हम यहाँ देख रहे हैं, परमेश्वर कोई बातें, कोई आज्ञा देते थे, उससे तुरंत मानने के लिए वो लोग तैयार हो जाते थे। ഒരു ദൂതനും ദൈവത്തിന്റെ സന്നിധി പറയത്തില്ല, ഞാൻ അതിനെ കുറിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ, എനിക്കൊരു കുറച്ച് സമയം വേണമെന്ന് പറയത്തില്ല. ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അത് താമസം വിനാ തനിക്ക് ലഭിച്ചിരിക്കുന്ന കഴിവനുസരിച്ച് കൃപയനുസരിച്ച് അപ്പോൾ തന്നെ ചെയ്യും. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തും. स्वर्गदूतगण कभी नहीं बोलते प्रभु मुझे थोड़ा और समय दे दो, अभी नहीं, बाद में, ऐसे कभी नहीं बोलते। परंतु परमेश्वर जैसी आज्ञा देते हैं, स्वर्गदूतगण तुरंत उसको मानने के लिए तैयार हो जाते हैं और उसे मानते हैं। ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, ഡിലേയ്ഡ് ഒബീഡിയൻസ് ഈസ് കോൾഡ് ഡിസൊബീഡിയൻസ്. अंग्रेजी में इस प्रकार एक कहावत है, जो आज्ञा का उल्लंघन करता है वो आज्ञाओं को मानने के लिए या वो एक अनाज्ञाकारी व्यक्ति है। ഒന്നുകൂടെ ഞാനത് പറയട്ടെ, ഡിലേയ്ഡ് ഒബീഡിയൻസ്, താമസിച്ചു കൊടുക്കുന്ന അനുസരണ എന്ന് പറയുന്നത് അനുസരണ ഇല്ലായ്മയ്ക്ക് തുല്യമാണ്. एक बार मैं बोलना चाहता हूं, जो देरी से आज्ञाओं को मानता है वो अनाज्ञाकारी व्यक्ति है, आज्ञा ना मानने वाला व्यक्ति है। എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ദൈവം ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ, കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ, ഒന്നല്ല രണ്ടല്ല 3 തവണ കർത്താവ് സംസാരിക്കുമ്പോൾ നമ്മൾ അത് കേൾക്കാതെ താമസിപ്പിക്കുമ്പോൾ, അത് മാറ്റിവെക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? അതിന്റെ മധ്യത്തിലേക്ക് പിശാച് കടന്നു വന്ന്, ഹല്ലേലൂയ സ്തോത്രം, അത് നമ്മളിലുള്ള ആ തീഷ്ണതയും ആ എരിവിനെയും മാറ്റി നമ്മളത് മറന്നു പോകുവാന്റെ കോണം ഇടയാകും. ദൈവഹിതം നമ്മളെ നിവർത്തിക്കുവാന്റെ കോണം ഇടയാകാതെ വരും. जब हम प्रभु की आज्ञा मानने के लिए देरी करते हैं, इसका मतलब यही है कि कई बार हमारे अंदर का जो जोश है, हमारे अंदर का जो भी वो इच्छाएं हैं, वो शैतान को समाप्त कर देता है, शैतान उसे खत्म कर देता है। ഒന്ന് നമ്മൾ കേട്ടു, ദൈവശബ്ദത്തിന് വേണ്ടി അവർ ഇപ്പോഴും ചെവി ഓർക്കും. രണ്ടാമത് നമ്മൾ കേട്ടത്, ദൂതന്മാർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ അനുസരിക്കും. മൂന്നാമത് എന്താണെന്നറിയാമോ? അവരനുസരിക്കുക മാത്രമല്ല, അവര് they do it completely. पहला हमने सुना, स्वर्गदूतगण परमेश्वर के शब्द को सुनने के लिए हमेशा अपने कान को खोल के रखते थे। दूसरा हमने सुना कि जो भी आज्ञा देते थे वो तुरंत मानते थे। तीसरा हम यहाँ देख रहे हैं कि वो completely, പൂർണ്ണമായിട്ട് അവർ ചെയ്യും. तीसरा हम देख रहे हैं वो जो भी बातें करते उसको अधूरा नहीं छोड़ते, उसको वो पूरा करते हैं। ചെറിയ വേലയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ആ വേലയെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം
നമ്മളാവത് നമ്മൾ ശ്രമിക്കണം. हमारे पास छोटी सेवकाई क्यों ना हो, परंतु सेवकाई को पूरा करने के लिए हमेशा हम तत्पर होने पाए। നമ്മുടെ പലരുടെയും കുഴപ്പം എന്താണെന്നറിയാമോ? ഇവിടെ പകുതി വെക്കും, അവിടെ പകുതി വെക്കും, വേറൊരിടത്ത് പകുതി വെക്കും, ഇവിടെ പകുതി വെക്കും, എന്നിട്ട് നമ്മൾ പറയും നമ്മുടെ വേലകൾ എല്ലായിടത്തും നടക്കുവാന്ന്. हमारे जीवन की सबसे बड़ी समस्या क्या है सेवकाई में? कुछ अधूरा काम यहाँ छोड़ देते, कुछ अधूरा काम वहां छोड़ देते, कुछ अधूरा काम यहाँ छोड़ देते, बोलते हैं कि हमारा सेवकाई पूरा हो गया। എന്നെ കേൾക്കുന്ന അങ്ങനെയല്ല പാസ്റ്റർ പറഞ്ഞത്, പൂര ഹോഗയ എന്നല്ല, എല്ലായിടത്തും എന്റെ വേല നടന്നുകൊണ്ടിരിക്കുക. मतलब पूरा नहीं, मतलब हम बोलते हैं कि सब जगह मेरी सेवकाई चल रहा है, सब विभिन्न जगह पे अधूरा काम छोड़कर बोलते हैं सब जगह हमारी सेवकाई चल रही है, ऐसे हम बोलते हैं। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതല്ല. കർത്താവ് ഒരിക്കലും പകുതിയാക്കി ഒരു വേല നിർത്തുന്നവനല്ല. നമ്മുടെ കർത്താവിനെ നോക്കിക്കേ, അപ്പോസ്തലന്മാരെ നോക്കിക്കേ, അവരുടെ ജീവിതം മുഴുവനുമായും കൊടുത്ത് അതിൽ മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും കർത്താവ് ഏൽപ്പിച്ചെടുത്ത് വിശ്വസ്തയോടെ നിന്ന് അവിടുന്ന് ഏൽപ്പിച്ച കാര്യങ്ങളെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് പൂർത്തീകരിക്കുക. हमारे जीवन में जो भी जगह प्रभु ने सेवकाई दिया है, चाहे मृत्यु भी क्यों ना आए, चाहे कोई भी समस्या क्यों ना आए, अंत तक विश्वास योग्य रहकर प्रभु ने जो सेवकाई हमें दी है उससे पूरा करना है। കർത്താവ് നമ്മുടെ അടുക്കൽ ഏതെങ്കിലും കുടുംബങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിശ്വാസികളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം മുഴുവനുമായും അവരെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം, കർത്താവിന്റെ ശിഷ്യരാക്കി തീർക്കുവാൻ തക്കവണ്ണം, വിശുദ്ധ വഴികളിൽ എത്തുവാൻ തക്കവണ്ണം അധ്വാനിക്കുന്നവരായി ആ കുടുംബങ്ങളെ പണിതെടുക്കുക. हमारे जीवन में यदि परमेश्वर ने कोई विश्वासी दिया है, उसके जीवन को प्रभु पूरी तरह बदलने के लिए, परमेश्वर की इच्छा के समान उसे बनाने के लिए हमारे जीवन को समर्पित करना है। പല സഭകളിലും നടക്കുന്നത് എന്താണെന്നറിയാമോ? ഒത്തിരി പേരെ അകത്തേക്ക് കൊണ്ടുവരും, അകത്ത് കൊണ്ടുവന്നവരെ മറന്നിട്ട് വീണ്ടും ആളിനെ തേടുന്നതിന് വേണ്ടി നമ്മൾ പുറത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുക. कई बार सेवकाई में क्या होता है, बहुत सारे लोगों को कलीसिया में लेके आते हैं, परंतु जो कलीसिया में आए उनको भूलकर और बाहर जाकर लोगों को अंदर लाने की कोशिश करते हैं। അതല്ല ഡിസൈപ്പിൾ ഇവാഞ്ചലിസം മസ്റ്റ് ലീഡ് ടു ഡിസൈപ്പിൾഷിപ്പ്. ഇവാഞ്ചലിസം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജനത്തെ അകത്തേക്ക് കൊണ്ടുവന്ന് അവരെ ഡിസൈപ്പിൾഷിപ്പിലേക്ക് നമ്മൾ നയിക്കണം. मतलब सेवकाई का मतलब यह है कि जब कोई हमारे कलीसिया के अंदर आता है, उससे चेले बनाकर बाहर भेजना है। അപ്പോൾ നമ്മൾ കേട്ടത് ഇതാണ്: ഒന്ന്, കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു. രണ്ട്, ശബ്ദം കേട്ടാൽ ഉടനെ അനുസരിക്കുന്നു. മൂന്ന്, കേൾക്കുന്ന ശബ്ദം പൂർണ്ണമായി അവർ ചെയ്തു തീർക്കുന്നു. पहला, जो बात हमेशा परमेश्वर से सुनने के लिए तैयार होते हैं। दूसरा, जो परमेश्वर ने बोला है उससे मानने के लिए तैयार होते हैं। तीसरा, परमेश्वर ने जो बोला है उससे पूरा करने के लिए तैयार होते हैं। നാലാമത് ഒന്നുകൂടെ ഉണ്ട്, എന്താണെന്നറിയാമോ? ആൻഡ് ഫൈനലി ദി ഒബീഡിയൻസ് ഓഫ് ദി ഏഞ്ചൽസ് ഈസ് ജോയ്ഫുൾ. അവർ ചെയ്യുന്നതൊക്കെയും പൂർണ്ണ സന്തോഷത്തോടെ ചെയ്യുന്നു. चौथी बात यहाँ पर एक और 3 की बात, चौथी बात और है, जो भी बातें परमेश्वर स्वर्गदूतों को बोलता है वो खुशी करते हैं, खुशी के साथ, आनंद के साथ को वो लोग करते हैं। നമ്മൾ എത്ര പേര് സന്തോഷത്തോടെയാ ചെയ്യുന്നത്? നമ്മൾ പലരും നിർബന്ധം കൊണ്ടല്ലേ ചെയ്യുന്നത്? हम में से कितने लोग हैं जो आनंद के साथ में प्रभु की कार्य करते हैं? कई बार हम जबरदस्ती, प्रभु ने हमको बहुत सारी बातें जबरदस्त या कच्चे मन के साथ करते हैं। നമ്മൾ ആനന്ദത്തോടെ ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? മറ്റൊരാൾ ചെയ്യാതിരുന്നാലും ശരി, നമ്മൾ അവരെ കുറ്റം പറയത്തില്ല. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ സന്തോഷത്തോടെ ചെയ്യും. आनंद से प्रभु की इच्छाओं को पूरा करने का मतलब क्या है? हम दूसरों को नहीं देखते, या दूसरे करते तो हम उन्हें बुरा नहीं कहते, परंतु प्रभु ने जो जिम्मेदारी दी है उसे आनंद के साथ हम अपनी जिम्मेदारी को करते हैं। കൊലോസ്യ ലേഖനം 3:17 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. कुलिस्सियों की पत्री 30वां अध्याय उसका 17वां वचन में इस प्रकार कहते हैं, जो कुछ भी करो वो सब कुछ प्रभु यीशु के नाम से करो, उसके द्वारा परमेश्वर पिता का धन्यवाद हो। അടുത്ത 2 മിനിറ്റിനുള്ളിൽ ദൈവവചനം പറഞ്ഞു നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. अगले 2 मिनट में प्रभु का वचन बोलकर मैं समाप्त करना चाहूंगा। സാധു സുന്ദർ സിംഗ് എന്ന് പറഞ്ഞ ദൈവഭക്തൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. साधु सुंदर सिंह ने अपने जीवन में एक शब्द, जो शब्द बोला, उस शब्द को मैं आपके सामने रखना चाहूंगा। അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: യു വിൽ നെവർ ഗെറ്റ് അനദർ ചാൻസ് ടു ക്യാരി ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് വൺസ് യു ലീവ് ദിസ് എർത്ത്.
ഈ ഭൂമി വിട്ടുകഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവിന്റെ ക്രൂശ് ചുമക്കുവാൻ തക്കവണ്ണം ഒരവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടത്തില്ല. उसने इस प्रकार बोला, जब तू ये संसार को छोड़ देगा, परंतु इस संसार को छोड़ने के बाद में प्रभु के क्रूस उठाने का एक और अवसर तुझे नहीं मिलेगा। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കേണ്ടത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവ് തന്ന ക്രൂശ് എടുത്തുകൊണ്ട്. मेरे प्रिय लोगों, परमेश्वर की सेवा का असली अर्थ यही है, जब तू इस संसार में जीवन बिताता है, परमेश्वर के क्रूस को उठा कर लेके चलना है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാനത് ആവർത്തിക്കട്ടെ, കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് കാണിക്കേണ്ടത് സ്വർഗത്തിൽ ചെന്നല്ല കാണിക്കേണ്ടത്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ അനുഗമിക്കുമ്പോഴാണ് അവനെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. प्रियो, प्रभु से आप प्रेम करते हैं, वो स्वर्ग में जाकर नहीं दिखा सकते, परंतु इस संसार में रहते हुए प्रभु के क्रूस उठाकर चलते हुए प्रभु के प्रेम को आप दिखा सकते हो। നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒത്തിരി ഭക്തന്മാരെ അവിടെ കാണാം, അപ്പോസ്തലന്മാരെ കാണാം, കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ചു എന്നവരെ കാണാം. അവരൊക്കെ അവരുടെ സാക്ഷ്യങ്ങൾ അവിടെ സ്വർഗത്ത് നിന്ന് പറയുമ്പോൾ നീ സ്വർഗത്തിൽ ചെന്ന് എന്ത് സാക്ഷ്യം പറയും? हाँ, हम जब हमारी मृत्यु हो जाएगी तो स्वर्ग में बहुत सारे भक्त जन, उन्होंने संसार में रहते हुए कष्ट का अनुभव वो हम वहां बताएंगे। यदि आप हम में से यदि कोई स्वर्ग जाएगा तो क्या अनुभव वहां पर तू बताएगा? അവിടുത്തെ ഭക്തന്മാര് പറയും, ഞങ്ങളെ കർത്താവിനെ സേവിച്ചത് കൊണ്ട് സിംഹത്തിന്റെ വായിൽ അവർ എറിഞ്ഞു, ഞങ്ങളെ ഹാലിലെ തീക്കകത്തിട്ടു എരിച്ചു, ഞങ്ങളെ തിളച്ച എണ്ണയ്ക്കകത്തിട്ടു വറുത്തു, ഞങ്ങളുടെ നാക്ക് അവർ മുറിച്ചെടുത്തു, ഞങ്ങളുടെ ഭാര്യമാരെ മക്കളെ ഞങ്ങളുടെ മുമ്പിലിട്ട് ഉപദ്രവിക്കുന്നത് ഞങ്ങൾ കണ്ടു, ഇതൊക്കെ കർത്താവിന് വേണ്ടി സഹിച്ചു എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ സ്വർഗത്ത് ചെന്ന് അവരുടെ മുമ്പിൽ വെച്ച് നിന്റെ ജീവിതം കൊണ്ട് എന്ത് സഹിച്ചെന്ന് പറയും? स्वर्ग में प्रभु के भक्त जन ये बोलेंगे, ओ उन्होंने मुझे गर्मी के अंदर बांध के डाल दिया, मुझे जिंदा जला दिया, मेरे जुबान को काट दिया, मेरे सामने मेरी पत्नी को जला दिया। ऐसे बहुत सारी गवाही को जब बताएंगे, मुझे सुनने वाले प्रिय भाई बहनों, जब तू स्वर्ग जाएगा तू क्या गवाही वहां देगा? ഇന്നത്തെ രാത്രികാലം ആ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച നമ്മുടെ കർത്താവിനെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ ഇഷ്ടം ചെയ്ത് നമ്മൾ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എൻ്റെ ജീവിതത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ടുള്ള ജീവിതത്തെ കർത്താവിന്റെ സന്നിധി നമുക്ക് നയിക്കാം. आज रात को ये चिंता हमारे दिमाग पर राज करने पाए। तो मैं जब इस संसार में रहता हूँ, प्रभु के क्रूस उठाकर, प्रभु के लिए वेदना सहकर, वो एक अच्छी गवाही को मेरे जीवन में स्वर्ग के सामने प्रकट करने के लिए, वो मेरे जीवन में होने के लिए हम प्रार्थना के साथ हमारे जीवन को आगे की ओर बढ़ाएंगे। പരിശുദ്ധ പിതാവേ, ഇന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. നിങ്ങളുടെ ജനത്തെയും അടിയനെയും ഒരുപോലെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. നിങ്ങളുടെ ജനത്തിന്റെ ഹൃദയത്തോട് ഇടപെട്ടാട്ട് ആരും നശിച്ചു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത് കർത്താവേ. അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിപ്പാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചാട്ടെ. इस प्रकार प्रभु के दास ने प्रार्थना किया है, स्वर्गीय पिता, जब हम संसार में रहते हैं तो प्रभु आपकी इच्छा के अनुसार जीवन बिताने के लिए, वो प्रभु की इच्छा के अनुसार जीवन बिता कर कष्ट सहते हुए और स्वर्ग में एक प्रतिफल होने के लिए प्रभु सहायता करे। प्रभु के दास प्रार्थना कर समाप्त करेंगे। सुनिए पास्टर जी। थैंक यू